ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UN മുന്നറിയിപ്പ് നൽകിയത് 14,000 കുട്ടികൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ മരണപ്പെടാൻ പോകുന്നുവെന്നാണ്. പോഷകാഹാരക്കുറവ് മൂലം, പട്ടിണി മൂലം 14,000 കുട്ടികൾ മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭ പോലും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. 2 ദിവസം മുമ്പ് ഹേഗിൽ ചുവന്ന വസ്ത്രമണിഞ്ഞ് 100,000 പ്രതിഷേധക്കാരാണ് ഇസ്രായേലിനെതിരെ മാർച്ച് നടത്തിയത്. അതിനിടെ 1000 തീർത്ഥാടകർക്ക് സൗജന്യമായി ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗദി അറേബ്യ ഒരുക്കി കൊടുക്കുന്നു. സൗദി രാജാവിൻ്റെ വ്യക്തിഗത ചെലവിലാണ് ഈ സൗജന്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യുന്നത്. അവർക്കുള്ള വിമാന ടിക്കറ്റ് അടക്കം എല്ലാ ഗതാഗത സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, ഭക്ഷണം അടക്കം എല്ലാം സൗജന്യമായാണ് സൗദി അറേബ്യ സംവിധാനിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ, പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ ബന്ദികളായവരുടെ എല്ലാം കുടുംബാംഗങ്ങളെ തെരഞ്ഞുപിടിച്ചാണ് 1000 പേരെ സൗദി അറേബ്യ കണ്ടെത്തുന്നത്. തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിത പർവ്വങ്ങൾക്കിടയിൽ ഏറ്റവും വിശുദ്ധമായ ഇടങ്ങളിൽ, ഏറ്റവും വിശുദ്ധമായ സമയത്ത് 1000 ഫലസ്തീനികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം സൗദി അറേബ്യ ഒരുക്കി കൊടുക്കുന്നു. എന്ത് മനോഹരമാണത്! സൗദി അറേബ്യ മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടായിരിക്കാം ഈ സമ്മാനം. പാപക്കറയില്ലാതെ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന വിശ്വാസികളെ പോലെ യുദ്ധക്കറയില്ലാത്ത ഫലസ്തീൻ ഭൂമിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം.